വാർത്തകളിലേക്ക് ഇടത് സംഘടനകൾക്ക് സ്വാധീനമുള്ള JNU പോലെയുള്ള സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ആസൂത്രിതമായ നീക്കമാണ് RSSന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സീതാറാം യെച്ചൂരിയും ഡി രാജയും സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ JNUവിൽ നിൽക്കുന്നത്. ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് അത് നടത്തിയെന്നും അത് നടത്തിയത് ഇടതുപക്ഷ സംഘടനകളാണെന്നുമുള്ള ആരോപണമാണ്, ആധികാരികമല്ലാത്ത ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. തികച്ചും തെറ്റാണ്. ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലും ഇടത് സംഘടനകളും അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും പോകില്ല. JNUവിനെ സംബന്ധിച്ച് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പരത്തി അവിടുത്തെ ഇടത് സംഘടനകളെ ആക്രമിക്കാനാണ് RSS നീക്കമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ നിരപരാധികളെ വിട്ടയക്കാമെന്ന് രാജ്നാഥ് സിംഗ് ഉറപ്പ് നൽകിയതായും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും പറഞ്ഞത്, ഒപ്പം JNUവിനെ സംബന്ധിച്ചും? അജിംഷാദ്, എന്തായാലും നിരപരാധികൾക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉറപ്പ് നൽകിയത് എന്നാണ് എന്തായാലും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയത്. CPI രാജ്യസഭാ നേതാവ് കൂടിയായ ഡി രാജ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ നിലവിൽ തെറ്റുകാർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സർവകലാശാലയിൽ സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ഇതിന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നുമാണ് എന്തായാലും വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വീഡിയോ തെളിവുകളായി പോലീസ് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നത്. രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങളടക്കം വിളിച്ചുകൊണ്ട് ഉള്ള പ്രവൃത്തി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ടായിരുന്നു. എന്തായാലും വിദ്യാർത്ഥി പ്രതിനിധിയും ഒപ്പം JNU ചെയർമാനുമായ കൻഹയ്യ കുമാറിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കസ്റ്റഡിയിലെടുക്കുകയും 3 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് എന്തായാലും CPM അടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താമെന്നൊരു ഉറപ്പ് ലഭിച്ചതായാണ് എന്തായാലും അറിയിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരപരാധികൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കില്ല, പകരം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിദ്യാർത്ഥിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല. നിലവിൽ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും കൻഹയ്യ കുമാറിനെ. ഒപ്പം 8 വിദ്യാർത്ഥികളെയും സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇനിയും കൂടുതൽ ഇത്തരത്തിലൊരു അറസ്റ്റുകൾ ഉണ്ടായേക്കാം എന്നൊരു സൂചനകളും ഉണ്ടായിരുന്നു. എന്തായാലും അധ്യാപകരടക്കം ഇക്കാര്യത്തിൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് അധ്യാപകർ എന്തായാലും സർവകലാശാല വൈസ് ചാൻസലർ ജഗദീഷ് കുമാറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പോലീസ് ഇപ്പോഴും സർവകലാശാലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ പോലീസ് സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നും ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തായാലും അധ്യാപകർ വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നിരവധി തലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി അവസാനിപ്പിക്കണമെന്നത് തന്നെയാണ്. മനു, ഇപ്പോൾ SFI നേതാവ് ശിവദാസൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശിവദാസൻ, അതായത് വെമുലയുടെ വിഷയമെടുക്കാം. രാജ്യത്ത് വിവിധ കേന്ദ്ര സർവകലാശാലകളിൽ മറ്റ് സർവകലാശാലകളിലുമൊക്കെ ഇടത് സംഘടനകൾക്ക് സ്വാധീനമുള്ളിടത്തൊക്കെയും ഇത്തരത്തിൽ RSSന്റെ നീക്കം നടത്തുന്നു. ഒരുപക്ഷെ വെമുലയുടേതടക്കമുള്ള ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടാനാകും. ഈ ഘട്ടത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ JNUവിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ ഇടതുപക്ഷ സംഘടനകളെ സംബന്ധിച്ച്? ശിവദാസൻ തീർച്ചയായും അദ്ദേഹത്തിലേക്ക് പോകാനാകുന്നില്ല. മനുവിലേക്ക് തന്നെ. മനു, ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ നടന്നു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ. എന്നായിരുന്നു വെമുലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാജ്യം കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ചയായാണ് JNUവിലും നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയത് ആരാണ് എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചുള്ള ഒരു ആധികാരികമായ തെളിവുമില്ല. അവർ പുറത്തുനിന്ന് വന്നവരാണോ എന്ന് പോലും അറിയില്ല. ഈ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു RSS നീക്കം. അങ്ങനെയാണ് ഇടതു നേതാക്കൾ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. മനു,
തീർച്ചയായും അജിംഷാദ്, എന്തായാലും പാർലമെന്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചതിന്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് വ്യക്തമായൊരു തെളിവുകൾ ഇല്ലാത്തൊരു സമയത്തും ഇത്തരത്തിൽ നടപടി പോലീസ് കൈക്കൊള്ളുകയും ചെയ്തിരുന്നത്. ഫെബ്രുവരി 9 നടത്തിയ ഈ ചടങ്ങിൽ എന്തായാലും ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ആദ്യം അനുമതി നൽകിയ സർവകലാശാല അധികൃതർ തുടർന്ന് ഈ നടപടി പിൻവലിക്കുകയും ഈ സർവകലാശാലയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി നടത്തുന്നതിനിടയിലാണ് വിദ്യാർത്ഥികൾ ഈ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങളടക്കം വിളിച്ചത് എന്നാണ് എന്തായാലും ABVP പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നടപടി നടത്തിയില്ലെന്നും ഇതിൽ വ്യക്തമായൊരു നടപടി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമായിരുന്നു കൻഹയ്യ കുമാർ അടക്കമുള്ളവർക്കെതിരെ വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നത്. ഇക്കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ 3 ദിവസത്തേക്ക് കൻഹയ്യ കുമാറിനെ എന്തായാലും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 8 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ഇതിൽ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടായേക്കുമെന്നൊരു സൂചന വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എന്തായാലും ഇന്ന് അധ്യാപക സംഘടനകൾ കൂടി വൈസ് ചാൻസലർ ജഗദീഷ് കുമാറുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിലും നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ഒപ്പം പോലീസ് കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥി കൻഹയ്യ കുമാറിനെ വിട്ടയക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ഇവർ എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, രാജ്നാഥ് സിംഗും ഒപ്പം സ്മൃതി ഇറാനിയും ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് രാജ്യദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന ആരെയും വച്ചുപൊറിപ്പിക്കില്ല എന്നൊരു നിലപാട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു പോലീസ് കൻഹയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിന് പിന്നാലെ ABVP പ്രവർത്തകർ രാജ്പഥിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ത്യ ഗേറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ അണിചേർന്ന് ഇത്തരത്തിൽ RSS പിന്തുണയോടുകൂടി നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ JNUവിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷം തന്നെയാണ് നിലനിൽക്കുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകളിലും ഒപ്പം ABVP പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിന്റെ വലിയൊരു പാത്രമാവുകയാണ് എന്തായാലും JNU സർവകലാശാല. എന്തായാലും പോലീസ് അതിക്രമം അവസാനിപ്പിക്കണമെന്നതാണ് വിവിധ തലങ്ങളിൽ നിന്ന് നേതാക്കൾ ഉയർത്തുന്ന ആവശ്യം. അജിംഷാ, അതായത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള സർക്കാരിൻ്റെ നീക്കം, RSS അജണ്ട, ഒപ്പം അതിനെ സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിൽ ഉള്ള കേന്ദ്രമന്ത്രിമാരുടെ നിലപാടുകൾ, സ്മൃതി ഇറാനിയുടേതും, ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെയും നടന്നത് എന്നാണോ ഇടത് നേതാക്കൾ ആരോപിക്കുന്നത്? ഒപ്പം D രാജയുടെ മകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നേതാക്കന്മാർ പറഞ്ഞത്? തീർച്ചയായും അജിംഷാദ്, അത്തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും തന്നെയാണ് വ്യക്തമായി വരികയും ചെയ്യുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഇവർക്കെതിരെ കേസുകളും മറ്റും ചുമത്തുന്ന ഒരു നിലപാട് പോലീസ് തുടരുകയും ചെയ്തിരുന്നു. അന്ന് സുബ്രഹ്മണ്യൻ സ്വാമി അടക്കമുള്ളവർ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഇത്തരത്തിൽ നടത്തിയ സെമിനാറിനെതിരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ തടയുന്നതിനായി അർദ്ധസൈനിക വിഭാഗങ്ങളെ അടക്കം യൂണിവേഴ്സിറ്റിയിൽ വിന്യസിച്ചുകൊണ്ടായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ ഇതിന് തടയിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ആരോപിച്ചുകൊണ്ട് പോലീസ് എന്തായാലും കൻഹയ്യ കുമാറിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും ഉയരുകയാണ്. എന്തായാലും ഇടത് സംഘടനകൾ ഇതിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വളരെ വിമർശനാത്മകമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. വ്യക്തമായ ഒരു തെളിവുകളില്ലാതെ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ വീഡിയോ അടക്കം തെളിവുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പോലീസ് കൻഹയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ വീഡിയോ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കണം എന്നുകൂടിയാണ് എന്തായാലും ഇടത് സംഘടനകൾ ഇന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിലവിൽ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിടുന്നത് സംബന്ധിച്ചുള്ള യാതൊരു ഉറപ്പും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയിൽ നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ നിലവിൽ നിരപരാധികൾക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്നൊരു ഉറപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അജിംഷാ, ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. JNU യൂണിവേഴ്സിറ്റിയുമായി നിലവിൽ ഉയർന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് യെച്ചൂരിയും D രാജയും അടക്കം ഇടത് നേതാക്കൾ രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് JNUവിൽ RSS തീർത്തിരിക്കുന്നതെന്നും അസഹിഷ്ണുതയുടെ പുതിയ മുഖങ്ങളാണ് ഈ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് RSS നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അതിന് കേന്ദ്ര സർക്കാർ കുടപിടിക്കുകയാണെന്നും ഇടത് നേതാക്കൾ ആരോപിച്ചു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കൂടിയാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.